നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ആയുഷ് PHC ഹോമിയോ, ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് ആയുഷ്മാൻ ഭവ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും സംഘടിപ്പിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. അനിഷ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും തിരക്കാണ്. അതിൻ്റെതായ കാര്യത്തിലേക്ക് പോകുമ്പോൾ പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്താ പറയുക, ജീവിതശൈലി രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഫാസ്റ്റ് ഫുഡിനൊക്കെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ഈ പറയുന്ന എനിക്കായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ബാധകമാണ്. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്കൊന്നും എല്ലാവർക്കും തിരക്കാണ്. ആ തിരക്കിനിടയിൽ ഒരു യോഗക്ക് ഒരു സമയം കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണങ്ങൾ കൂട്ടുന്നത് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സാവകാശവും സമയവും നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KB. പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷിബി വർഗീസ് ക്ലാസ് എടുത്തു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ MK മേഘ, ഭക്ഷണക്രമങ്ങൾ എന്ന വിഷയത്തിൽ യോഗ ട്രെയിനർ അവിനാഷ് ചെട്ടിയാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. പങ്കജാക്ഷൻ, പഞ്ചായത്ത് മെമ്പർമാരായ P. ഗീത, EK ചാന്ദിനി, K. ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, ആയുഷ് PHC ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ D. വിനി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരായ CK ദൃശ്യ, MV ജയപ്രഭ, ഫാത്തിമത്തുൽ ഇൻസിയ, E. അഷ്ന, D. വിനി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.